നമ്മുടെ വണ്ടി മേഖലയിൽ ഇപ്പോൾ നിലവിലില്ലാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ. അതായത് വണ്ടി എടുക്കണം, ഒരു വണ്ടി എടുത്താൽ കൊള്ളാം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള കുറേ പേരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള വീഡിയോ. അപ്പോൾ അവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ വണ്ടി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ തുടക്കക്കാർ ആരായാലും ഈ വണ്ടി മേഖലയെപ്പറ്റി ആദ്യം പഠിക്കുക എന്ന് പറഞ്ഞാൽ അറിയാവുന്ന ആരോടെങ്കിലും ചോദിക്കുക. പിന്നെ 2, ഫിനാൻസ് ഇട്ട് വണ്ടി എടുക്കാതിരിക്കുക. മാക്സിമം ഞാൻ പറയുന്ന തുടക്കക്കാരാണെങ്കിൽ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു വണ്ടി എടുത്തിട്ട് മന്ത്ലി എന്തെങ്കിലും ഒരു ചെറിയ സ്കൂളോ ഒക്കെ പിടിച്ച് സ്വന്തമായിട്ട് ഓടുന്നവരൊക്കെ ആണെങ്കിൽ ആദ്യമൊക്കെ ഒന്ന് ക്ലച്ച് പിടിച്ച് വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുക്കുന്ന പുതിയ വണ്ടിയൊക്കെ ഫിനാൻസ് ഇട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല അടവ് വരും. ഈ വണ്ടികൾക്ക് ഓട്ടം എന്ന് പറയുന്ന സീസൺ സമയത്തുള്ള ഓട്ടമേ ഉള്ളൂ, അല്ലാത്തപ്പം വെറുതെ കിടക്കും. അപ്പം നമുക്കൊരു മന്ത്ലി ഒരു ഇൻകം കിട്ടുന്ന ഒരു ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇപ്പോൾ കാര്യങ്ങൾ ഓടിപ്പോൾ സ്വന്തമായിട്ട് ഓടുന്നവരാണെങ്കിൽ അതിൽ നല്ല മെച്ചമാണ്. അപ്പം നമ്മൾ അതേ പറയത്തുള്ളൂ. ഇപ്പം കുറേ പേര് ഫുൾ ഫിനാൻസ് ഇട്ട് വണ്ടി എടുക്കണം. അപ്പം ഫുൾ ഫിനാൻസൊക്കെ ഇട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ മന്ത്ലി അടയ്ക്കുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കണക്കല്ല, ഭയങ്കരമായ കോമ്പറ്റീഷനാണ് വണ്ടി മേഖലയിൽ. അതുപോലെ തന്നെ വാടക മേടിക്കുന്നതിലും കോമ്പറ്റീഷനുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാൾ ഓട്ടം വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എവിടെയെങ്കിലും ദൂരെ ഓട്ടം പോകുമ്പം TV ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പോൾ ആദ്യം ചോദിക്കുന്ന AC ഉണ്ടോ, വണ്ടിയിൽ ഫോഗുണ്ടോ, ലൈറ്റ്, നമ്മൾ ഇപ്പോഴത്തെ ലൈറ്റ് സെറ്റപ്പൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ ഓട്ടം വിളിക്കുന്ന ഒരു വണ്ടി നോക്കിയേ ഓട്ടം വിളിക്കത്തുള്ളൂ. അപ്പോൾ അതുപോലെയൊക്കെ പണിഞ്ഞിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ എക്സ്ട്രാ പൈസ നമ്മുടെ കയ്യിൽ നിന്നാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ മുതലാക്കി എടുക്കണമെങ്കിൽ അതുപോലെ വാടക മേടിച്ച് ഓടി അതുപോലെ ഓട്ടം ഉണ്ടെങ്കിലേ നമുക്ക് മുതലാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു കുറഞ്ഞ വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി എടുത്ത് കുറച്ച് നാൾ ഓടിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പുതിയ വണ്ടി എടുക്കുക.